ഹലോ, ഇന്നൊരു കുഞ്ഞു വ്ളോഗായല്ലോ. ഞങ്ങളുടെ വീടിന്റെ അടുക്കള ബാക്കിലുള്ള സ്ഥലമായിട്ടത്. മഴ ആയാൽ പിന്നെ എങ്ങനെ ഇവിടെയൊക്കെ നിറയും. പിന്നെ ഈ പാലം കടന്നിട്ട് വേണം അപ്പുറം കിടക്കാൻ. അവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നാൽ സ്കൂൾ എത്തിട്ടോ. അപ്പോൾ ഉപ്പയും ഞാൻ രാവിലത്തെ സ്കൂൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ട്രിപ്പ് കഴിഞ്ഞ് എനിക്ക് 2 ടീഷർട്ട് മാറ്റിക്കാണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു ടീഷർട്ട് എടുത്തു. ബാക്കി പൈസ റിട്ടേൺ കിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ബാഗ് നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ ബാഗാണ് കേട്ടോ എടുത്തത്. രാവിലെ സ്കൂൾ ട്രിപ്പിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് തന്നെ പൊരിഞ്ഞ വിശപ്പ്. ഏകദേശം 11:30 മണിയായി. അപ്പോൾ വീട്ടിൽ പോയി എന്തെങ്കിലും കഴിക്കാൻ എന്റെ മനസ്സാക്ഷി അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞു നമുക്ക് കഞ്ഞി കുടിച്ചാലോ. അങ്ങനെ കഞ്ഞി കുടിക്കാനായിട്ട് ചട്ടിപ്പറമ്പ് മലപ്പുറം റോട്ടിലുള്ള ഈ ചെറിയ തട്ടുകടയിൽ കയറി നല്ല ചൂട് കഞ്ഞിയും ഓംലെറ്റും കൂട്ടാനും പപ്പടവും അച്ചാറും കൂട്ടി കഴിച്ചു. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി വീണ്ടും ഒരു 1:30 മണിയായപ്പോൾ ഇറങ്ങി. എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങൾ പടപ്പറമ്പ് പലകപ്പറമ്പിലുള്ള പപ്പിലിയോ പാർക്കിലേക്കാട്ടോ പോയത്. ഇവിടെ ആരും ഇല്ലേ? ഉച്ചയായതുകൊണ്ട് ആളുകൾ കുറവായിരുന്നു. ഞങ്ങൾ മെയിനായിട്ട് വന്നത് വീഡിയോ എടുക്കാനാണ്. അപ്പോൾ ഉച്ചക്ക് നട്ടം തിരിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഐസ്ക്രീം കഴിക്കാൻ പൂതി. അവൾക്ക് വേണ്ട പറഞ്ഞാൽ പിന്നെ ഒറ്റ കഴിച്ചു. അവളുടെ ആദി നാച്ചുറൽസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ ബീട്രൂട്ട് ജെല്ലിന്റെ പരസ്യം ചെയ്യാനാണ് മെയിനായിട്ട് ഞങ്ങൾ കണ്ട് ഇറങ്ങിയത്. തന്നെ പ്രൊഡക്റ്റ് വേണ്ടവർക്ക് പേജ് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇത് കടയാണോ? അല്ല, അമ്പല. പാർക്കിന്റെ ഉള്ളിലുള്ള ഈ ബസ്സിൽ കയറി ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ ഈ പാർക്കിൽ വരലുണ്ടെങ്കിലും ഞാൻ ഇതിന്റെ ഉള്ളിൽ കയറി ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ 2 മാംഗോ ജ്യൂസും ചിക്കൻ നഗറ്റ്സും വാങ്ങി ഓർഡർ ചെയ്ത് കഴിച്ചു. എല്ലാം അവളുടെ ചിലവ്. വൈകുന്നേരം ബസ് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇന്ന് ചാതുണ്ടായിരുന്നു ബസ്സിൽ. അപ്പോൾ അവൻ ഇടയ്ക്ക് എന്റെ കൂടെ ബസ്സിൽ വരലുണ്ട്. അപ്പോൾ അവന് വിശക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചായയും പഴംപൊരിയും വാങ്ങി കൊടുത്തു. ഞാനൊരു കാടമുട്ട ഫ്രൈയും കഴിച്ചു. പിന്നെ അവന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഐസ്ക്രീം വാങ്ങി കൊടുത്തു. തിരിച്ച് ബസ്സിലേക്ക് തന്നെ പോന്നു. പിന്നെ തിരിച്ച് സ്കൂളിലെത്തി. ഇപ്പൊ തന്നെ ഏകദേശം 6 മണിയായിട്ടോ. പിന്നെ അവന്റെ സ്ഥിരം പരിപാടി എല്ലാ ബസ്സും വന്നുകൊണ്ട് എണ്ണി നോക്കാണ്. അതിനുശേഷം അവന്റെ വണ്ടിയിൽ കയറി. ഇത്രയും വ്ളോഗ് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ നിർത്തുന്നു. ടാറ്റാ.